അഞ്ചാം മന്ത്രിസ്ഥാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഞാനിപ്പൊന്നും പറയുന്നില്ല കേട്ടോ. നാലാണെങ്കിലും നമ്മൾ സമ്മതിക്കും. ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. അത് അവിടെ നമ്മളെ ചർച്ചയിൽ അവിടെ പറയും. മീഡിയനോട് ഒന്നും പറയാനില്ല. ഷഹീദാണ് വിവരങ്ങളുമായുള്ളത്. ഷഹീദ്, അഞ്ചാം മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗിന് കൊടുക്കില്ലേ? മുസ്ലിം ലീഗിന് ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ 5 മന്ത്രിമാരുണ്ടായിരുന്നു. അപ്പൊ ഇത്തവണ അവർക്ക് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന MLA-മാരെ കിട്ടിയതാണ്. 5 മന്ത്രിമാർ എന്നുള്ളത് സ്വാഭാവികമായ അവകാശമാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച്. അപ്പൊ അതിലൊരു വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത് ലീഗിനെ സംബന്ധിച്ച് സാധ്യമായ കാര്യമാണോ? എന്താണ് ലീഗിലെ ആലോചനകൾ? അഭിലാഷ്, ലീഗ് ഇക്കാര്യത്തിൽ ഒരു ഉറച്ച നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. കാരണം 5ാം മന്ത്രി എന്നുള്ള ആ ഒരു പ്രയോഗം തന്നെ അവർ തള്ളിക്കളയുകയാണ്. 5 മന്ത്രിമാർ ലീഗിലുണ്ട് എന്നുള്ളതാണ്. നമുക്ക് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ 4 മന്ത്രിസ്ഥാനം 5ാം മന്ത്രി പ്രഖ്യാപനം പാണക്കാട് തങ്ങൾ നടത്തുകയും അത് വലിയ വിവാദമാവുകയും മഞ്ഞളാംകുഴി അലിക്ക് പിന്നീട് മന്ത്രിസ്ഥാനം നൽകേണ്ടി വരികയും ഒക്കെ ചെയ്തതിൻ്റെ ഒരു വലിയ ഒരു പ്രയാസമൊക്കെ ലീഗ് അനുഭവിച്ചതാണ്. ആ ചരിത്രം ഓർമ്മയൊക്കെ ലീഗിനകത്തുണ്ട്, UDF രാഷ്ട്രീയത്തിലുണ്ട്, കേരളത്തിലൊക്കെ അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ ഇനിയൊരു വിട്ടുവീഴ്ച, അതായത് 5 എന്ന് അവർ കഴിഞ്ഞ തവണ വളരെ പ്രയാസപ്പെട്ട് വരെ കുറ്റപ്പെടുത്തലും കോൺഗ്രസിൽ നിന്ന് പോലും വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായി. കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള രമേശ് ചെന്നിത്തല പോലും പരസ്യ വിമർശനമൊക്കെ ഉയർത്തിയതാണ്. അങ്ങനെ വലിയ ദുഷ്പേര് ഏറ്റുവാങ്ങിക്കൊണ്ട് നേടിയെടുത്ത ഈ 5ാം മന്ത്രി സ്ഥാനം അല്ലെങ്കിൽ 5 മന്ത്രി പദവി എന്നുള്ള ഒരു സംഖ്യ അതായി കുറയ്ക്കാൻ ലീഗ് തയ്യാറല്ല എന്നുള്ള ഒരു ഉറച്ച നിലപാട് ലീഗ് നേരത്തെ തന്നെ എടുത്തു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ലീഗിന്റെ ഉന്നതാധികാര സമിതി യോഗം ഇന്ന് ചേരുന്നുണ്ട്. അതിന് മുന്നോടിയായി തന്നെ ഇത്തരമൊരു ധാരണ 5 മന്ത്രിമാർ, അതിന്റെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇത്തരം വകുപ്പുകൾ തിരിച്ചുകൊണ്ട് തന്നെ 5 മന്ത്രിമാർ വേണമെന്നൊരു ആവശ്യം ലീഗ് മുന്നോട്ട് വെക്കുന്നു. ഇനി UDF-ൽ കോൺഗ്രസുമായുള്ള ചർച്ചയിൽ ഇനി ഏതെങ്കിലും രീതിയിലുള്ള ഒത്തുതീർപ്പിനോ അല്ലെങ്കിൽ വഴങ്ങലിനോ ലീഗ് തയ്യാറാകുമോ എന്നുള്ള കാര്യം അറിയില്ല. മറ്റേതെങ്കിലും വകുപ്പ് ഇപ്പോൾ അമൽ സൂചിപ്പിച്ചതുപോലെ സ്പീക്കർ സ്ഥാനമോ മറ്റേതെങ്കിലും സ്പീക്കർ സ്ഥാനമൊക്കെ ലീഗ് കോൺഗ്രസ് അങ്ങനെ വിട്ടു നൽകുമോ? അബ്ദുൽ ഗഫൂർ ആദ്യമായി MLA ആവുന്ന ആളാണ്. അത് ഇബ്രാഹിം കുഞ്ഞിന്റെ മകനാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷേ സീനിയർ ആയിട്ടുള്ള നേതാക്കൾ, MLA-മാരായിട്ടുള്ള ആളുകൾ അവിടെ നിൽക്കുന്നു. കോഴിക്കോട് ജില്ലയ്ക്ക് ഒരു മന്ത്രിസ്ഥാനം എന്ന പ്രശ്നമുണ്ട്. കോഴിക്കോടിന്റെയും കാസർഗോഡിന്റെയും പ്രാതിനിധ്യം അവിടെ നിൽക്കുമ്പോൾ എറണാകുളത്ത് നിന്നുള്ള അബ്ദുൽ ഗഫൂറിനെ പൊതുമരാമത്ത് പോലുള്ള സുപ്രധാന വകുപ്പിലേക്ക് കൊണ്ടുവരിക അത്ര എളുപ്പമാകുമോ? അഭിലാഷ്, അക്കാര്യം ഇപ്പോൾ ലീഗിനകത്ത് തന്നെ ചില വിമർശനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അസംതൃപ്തികൾ ഉടലെടുക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൂചിപ്പിച്ച പോലെ അബ്ദുൽ ഗഫൂർ ഇബ്രാഹിം കുഞ്ഞിന്റെ മകനാണ്. മുൻ പൊതുമരാമത്ത് മന്ത്രിയാണ് ഇബ്രാഹിം കുഞ്ഞ്. നമുക്കറിയാം വലിയ വിവാദമായ ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മകൻ അബ്ദുൽ ഗഫൂർ മത്സരിക്കുന്നു. അതേ സ്ഥാനം ഇബ്രാഹിം കുഞ്ഞ് വഹിച്ച അതേ പദവി, അതേ മന്ത്രിസ്ഥാനം തന്നെ അബ്ദുൽ ഗഫൂറിലേക്ക് പോകുന്നു. അപ്പോൾ തന്നെ രാജ്യസഭാ MP ഹാരിസ് ബീരാനുമായി അടുത്ത കുടുംബ ബന്ധമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ലീഗിൽ ഇപ്പോൾ ഒരു ചർച്ചയായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. അതായത് ഇത്തരം ചില പ്രധാനപ്പെട്ട വകുപ്പ്, ഈ പൊതുമരാമത്ത് വകുപ്പ് പോലെ വകുപ്പ് ആദ്യമായി MLA ആകുന്ന അബ്ദുൽ ഗഫൂറിന് നൽകുന്നതിനെതിരെ ചില സ്വരങ്ങൾ ലീഗിനകത്ത് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് മനസ്സിലാക്കിയെടുത്തോളം പാണക്കാട് സ്വാദിഖ് അലി തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഉറച്ച അഭിപ്രായം അബ്ദുൽ ഗഫൂറിന് നൽകണം എന്നുള്ളതാണ് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഉയരുന്ന ചില അസ്വസ്ഥതകൾ അത് അവിടെ തങ്ങളുടെ നിലപാടിൽ തട്ടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഉന്നതാധികാര സമിതി യോഗം ഇന്ന് ചേരുന്നുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ ഇത്തരം വിമർശനങ്ങളെ പരിഗണിക്കണമോ എന്നുള്ള കാര്യം അക്കാര്യത്തിൽ ആ യോഗത്തിൽ ചർച്ച ചെയ്യും. ഒപ്പം തന്നെയാണ് കോഴിക്കോടിനെയും കാസർഗോഡിനെയും അവഗണിക്കുന്നു എന്നുള്ളൊരു പരാതി പ്രത്യേകിച്ചും കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് കൃത്യമായി ആവശ്യപ്പെട്ടതാണ്. 6 MLA-മാരെ വലിയ വിജയം നേടി ജയിച്ച സ്ഥലമാണ്. 6 MLA-മാരുണ്ട്. കോഴിക്കോട് ജില്ലയെ അവഗണിക്കരുത്, മന്ത്രിസ്ഥാനം വേണം എന്നുള്ളൊരു ആവശ്യം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. അതിനിപ്പോൾ ലീഗ് നേതൃത്വം നൽകുന്ന ഒരു വ്യാഖ്യാനം KM ഷാജിയുടെ താമസിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ, അതുകൊണ്ട് KM ഷാജിയുടെ മന്ത്രിസ്ഥാനം വേങ്ങരയിലാണ് അദ്ദേഹം MLA ആയതെങ്കിൽ പോലും ജയിച്ചതെങ്കിൽ കൂടി കോഴിക്കോട് ജില്ലയുടെ പരിഗണനയിൽ KM ഷാജിയെ ഉൾപ്പെടുത്താം എന്നുള്ളൊരു ഫോർമുല, എന്നൊരു വ്യാഖ്യാനം ലീഗ് നേതൃത്വം നൽകുന്നു. പക്ഷേ അതുകൊണ്ട് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി തൃപ്തരല്ല എന്നുള്ളത് തന്നെയാണ്. അത് ഏതെങ്കിലും തരത്തിൽ പരസ്യമായ ഒരു ആവശ്യപ്പെടലിലേക്ക് ഇനി പോകുമോ എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. ഇനി അധികം സമയവുമില്ല. പക്ഷേ മന്ത്രിമാരെ സംബന്ധിച്ച് കൗതുകകരമായ ചില ചർച്ചകൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മണിക്കൂറിൽ. ഒന്നാമത്തെ കാര്യം, മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരെ കിട്ടുമോ എന്നുള്ളതാണ്. 5 മന്ത്രിമാർ ലീഗിന്റെ അവകാശമായി ലീഗ് കാണുന്നു. പക്ഷേ 4 മന്ത്രി പ്ലസ് ഒരു പ്രധാനപ്പെട്ട സ്ഥാനം എന്ന നിലയിലേക്ക് ഒരു ഫോർമുല കോൺഗ്രസിന്റെ മനസ്സിലുണ്ട്. 5 മന്ത്രിസ്ഥാനം വേണമെന്ന നിലപാട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചുണ്ട്. ഇനി 5 മന്ത്രിമാരെ കിട്ടിയാലും ഈ 5ാമത്തെ മന്ത്രിയെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ചർച്ച ഉയരും. കാസർഗോഡിന്റെയും കോഴിക്കോടിന്റെയും പ്രാതിനിധ്യം നിർബന്ധമായും ചർച്ചയിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആദ്യമായി MLA ആകുന്ന അബ്ദുൽ ഗഫൂർ പൊതുമരാമത്തിന്റെ ചാർജുള്ള മന്ത്രിയാവുകയാണെങ്കിൽ അത് മുസ്ലിം ലീഗിൽ ഒരുപക്ഷെ ചില ചർച്ചകൾക്ക് വഴി തെളിച്ചേക്കാം. പാറക്കൽ അബ്ദുള്ളയെ പോലെയുള്ള സീനിയർ MLA-മാർ ഉണ്ട്. കോഴിക്കോട് നിന്ന് ജയിച്ചു വന്ന പാറക്കൽ അബ്ദുള്ള, റസാഖ് മാസ്റ്റർ അടക്കമുള്ള നേതാക്കൾ അവിടെ നിൽക്കുന്നു. അതുപോലെ തന്നെ PK ഫിറോസ് അടക്കമുള്ള യുവ നേതാക്കൾ ജയിച്ചു വന്നിട്ടുണ്ട്.
അവരെ പരിഗണിക്കാതെ വി അബ്ദുൽ ഗഫൂറിനെ ഫസ്റ്റ് ടൈം MLA പരിഗണിക്കുന്ന പ്രശ്നമുണ്ട്. കാസർഗോഡ് നിന്ന് AK മഷ്റഫ് അതും തീർച്ചയായിട്ടും കെ സുരേന്ദ്രനെതിരെ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചു BJPക്ക് വേരോട്ടമുള്ള ഒരു സ്ഥലത്ത് BJP പരാജയപ്പെടുത്തി വന്ന ഒരാൾ എന്നുള്ളൊരു പരിഗണന കൂടി AK മഷ്റഫ്. ഉപതെരഞ്ഞെടുപ്പ് കൂടി കൂട്ടിയ 3ാം തവണയാണ് AK മഷ്റഫ് MLA ആവുന്നത്. AK മഷ്റഫ് ഉണ്ട്, കല്ലട്ര മൈൻ ഹാജി ഉണ്ട് കാസർഗോഡ് നിന്ന്, അതേസമയം കോഴിക്കോട് നിന്ന് പ്രമുഖരായ നേതാക്കളുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിലെ മന്ത്രിസ്ഥാനം നിശ്ചയമായിട്ടും പ്രധാനപ്പെട്ട ഒരു ചർച്ചയായി വരും എന്നുള്ള കാര്യത്തിൽ, ലീഗിനുള്ളിൽ തന്നെ പ്രധാനപ്പെട്ട ചർച്ചയായി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.